കാത്തിരുന്നത് ഇപ്പൊ പ്രേക്ഷകർക്ക് വേണ്ടി ഏപ്രിൽ 10 ബസ്സുകൾക്ക് വേണ്ടി എത്ര നാൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് പടം? വെയിറ്റ് ചെയ്യിപ്പിച്ച ചില സാങ്കേതിക കാരണങ്ങളെന്ന് പറഞ്ഞത് അതിൻ്റെ സ്പെസിഫിക് ആയിട്ട് സന്ദർഭം വരുമ്പോൾ പുള്ളി വിശദീകരിക്കും. പക്ഷെ അത് നമ്മുടെ ആരുടെയും കയ്യിലുള്ള ഒരു കൺട്രോളിൻ്റെ ബിയോണ്ട് ആയിട്ടുള്ളൊരു വിഷയമായിരുന്നു. അത് അവൻ്റെ മേ ബി ഡിനുവിൻ്റെ ചില അതും കൂടെ കടന്നു പോകണമായിരിക്കും ചിലപ്പോൾ ഡിനു, അതായിരിക്കും. ബട്ട് എനിവേസ് വി ആർ ഹാപ്പി ഇറ്റ്സ് കമ്മിങ് ഔട്ട്. അതെ, അത്രയും വലിയൊരു പടം നല്ല കാര്യമില്ല. അന്നത് അടുത്ത ലെവലിലേക്ക് കേട്ടിട്ട് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ പ്രമേഹവും പ്രേമലും മഞ്ഞുമലൊക്കെ വന്ന പോലെ ഇക്കൊല്ലം നമ്മൾ സ്റ്റാർട്ടഡ് വിത്ത് എമ്പുരാൻ. ഇറ്റ് മാറ്റ് ഹാവ് ഓൾറെഡി സ്റ്റാർട്ടഡ് ബട്ട് എമ്പുരാൻ ഇസ് ആഡിങ് മോർ ടു ഉണ്ടാവേണ്ടതാണ്. ബ്ലാക്ക് ഇട്ടിട്ട് തന്നെ ഉണ്ടാവേണ്ടത്. ആവേശക്കൊടുകൂടിയിലാണ് ഈ ഒരു കണ്ട ഒരു ആവേശം പിന്നെ നമുക്ക് എന്തായാലും അറിയുമല്ലോ. ഞാൻ തന്നെ അറിയിക്കണം എന്നല്ലല്ലോ, ഇവിടെ തന്നെ അറിയണ്ടാവും. ചിലപ്പോൾ ലൈവ് ആരെങ്കിലും ഉണ്ടാവും. സോ വിൽ ബി വെരി ഹാപ്പി. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ എസ്പെഷ്യലി ഹാപ്പി ഫോർ ഡിനു. എനിക്ക് വരാൻ പറ്റിയില്ല. ഇപ്പോഴും അവൻ ഓട്ടത്തിലാണ്. പടത്തിൻ്റെ സെൻസറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഓട്ടത്തിൽ തന്നെയാണ്. പക്ഷെ അവനിവിടെ ഉണ്ടാവണമായിരുന്നു എന്നുള്ളൊരു സാധനം ഞാൻ അവനായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ട്രയലർ പ്രസൻറ്റ് ഡയറക്ടർ നീ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇത് വരുമ്പോൾ നീ ഉണ്ടാവണമായിരുന്നു. ബട്ട് ഇറ്റ്സ് അൺഫോർച്ചുനേറ്റ് അവൻ ഇപ്പോഴും ഔട്ട് എടുക്കുകയും സെൻസറിലേക്ക് പോകുന്നതിൻ്റെയൊക്കെ ഇടയിലാണ്. നമുക്ക് എന്താ പറഞ്ഞത്? നമുക്കവിടെ ഒരു പ്രസൻസ് മാത്രം നമുക്ക് ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞത് പ്രേക്ഷകരോട് പറയാനായിട്ട്? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മുടെ യുക്തിയിൽ ഡീൽ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അല്ലാതെ ഇങ്ങനെ പറയണമെന്നൊന്നും പറഞ്ഞൊന്നും. ബസൂക്കയായിരുന്നു എൻ്റെ ആദ്യത്തെ ഫിലിം മമ്മൂക്കയായിട്ട് കോമ്പിനേഷനിൽ. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ബ്രഹ്മയുഗത്തിലേക്ക് എത്തിയത്. സോ മേ ബി ബസൂക്ക വാസ് ഓൾസോ ഒരു ഗ്രൗണ്ട് പോലെ നമ്മളൊന്ന് തയ്യാറെടുത്ത പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പേഴ്സണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട് ബസൂക്ക എന്ന് പറഞ്ഞപ്പോൾ. ഒരുപാടുണ്ട്. അത് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റിയ ഒരുപാടുണ്ട്. അത് ഞാൻ പേഴ്സണലി എടുത്തിരിക്കുകയാണ്. സോ ഓരോന്നായിട്ട് പറയാൻ പറ്റില്ലല്ലോ. ബട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ പഠിക്കാൻ. ബസൂക്ക നാടേറ്റെടുക്കാൻ പോവുകയാണ്. മലയാളികളോട്, കേരള ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ ഈ സിനിമ എൻജോയ് ചെയ്യും. ഒരു ഡിഫറെൻറ്റ് മേഖലയിൽ ട്രൈ ചെയ്തിരിക്കുന്ന ഒരു ആക്ഷൻ ത്രില്ലർ പടമാണ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടും. മമ്മൂക്കയുടെ ഒക്കെ കിടിലൻ ആക്ഷൻ സെറ്റ് ചെയ്ത് നമുക്ക് ഇതുവരെ ചെയ്യാത്തൊരു കഥാപാത്രമാണ് ഇതിൻ്റെ അകത്തുള്ളത്. നമുക്ക് ചെയ്യാത്ത കഥാപാത്രങ്ങൾ പിന്നെ അതിൻ്റെ നിങ്ങൾ കാണാത്തൊരു ഷെയ്ഡ് പുള്ളി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഡെഫിനറ്റാണ്. ലുക്ക് വൈസ് ആയാലും. സോ അതിൽ എക്സൈറ്റഡ് ആണ്. പിന്നെ ഗൗതം വാസുദേവ മേനോൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ള, ഞാനൊരു ഫാൻ ബോയ് ആയിരുന്നു പുള്ളിയുടെ. ഞാൻ 12ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പുള്ളിയുടെ മിന്നലെ എന്ന് പറഞ്ഞ പടം റിലീസായത്. സോ യുവണോ അത് ഭയങ്കര ഒരു ലവ് ആന്തം ടൈപ്പ് ഫിലിമായിരുന്നു. നമ്മുടെ പ്രായവും അതായിരുന്നു. അതൊക്കെ കണ്ടു തന്നെയാണ് വളർന്നതും. നമ്മുടെ ഫിലിം മേക്കിംഗ് സ്റ്റൈൽസൊക്കെ എവോൾവ് ആയിരുന്നു. അപ്പോൾ പുള്ളീനെ നേരിട്ട് കാണാൻ കിട്ടിയപ്പോൾ അതൊരു വേറൊരു ഫാൻ ബോയ് മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇപ്പുറത്ത് നമുക്ക് ഫാൻ ബോയ്, ഇപ്പുറത്ത് ഗൗതം മേനോനാണ്. രണ്ടിൻ്റെ ഇടയിൽ പെട്ടിട്ട് എനിക്കറിയാം എൻ്റെ കഷ്ടപ്പാട് എങ്ങനെയാണ് ഞാൻ കേട്ടെടുത്തത്. നമ്മുടെ ഓൾ ഇന്ത്യ ഡിസ്ട്രിബ്യൂട്ടറാണ്. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്ത ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ. ഇദ്ദേഹമാണ് നമുക്ക് വേണ്ടി ഈ സിനിമ ഓൾ ഇന്ത്യ എല്ലാ തിയേറ്ററുകളിലും എത്തിക്കുന്നത്. ജോർജ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലർക്കും അറിയാം. വളരെ വർഷങ്ങളായിട്ട് ഇദ്ദേഹം ഈ ഫീൽഡിലുള്ളതാണ്. ഇപ്പോൾ പുള്ളീനെ ഒരു വയസ്സ് നടക്കണ പ്രായത്തിൽ കണ്ടതാണ്. ഭരതേട്ടൻ്റെ കൂടെ വീട്ടിൽ പോയപ്പോൾ അത്രയും സിനിമയുമായിട്ട് ബന്ധമുള്ള വ്യക്തിയാണ്. പക്ഷെ അങ്ങനെ എല്ലാ ഇതിലേക്കും ആള് കടന്നു വരാറില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ എന്താ പറയുക, ഒന്ന് പിടിച്ചു വരുത്തി കൊണ്ടുവന്നതാണ്. കാരണം ആള് ബാക്കിൽ നിന്ന് വർക്ക് ചെയ്യുള്ളൂ. വേറെ പുള്ളിക്ക് എന്താ പറയുക, ഒരു എല്ലാവരുടെ മുമ്പിൽ വന്നിട്ടൊന്ന് സൈൻ ചെയ്യണമെന്നുള്ള യാതൊരു താല്പര്യമില്ല. അപ്പം അതൊന്നും മാറ്റി കൊടുക്കും. ഞാൻ തന്നെ മമ്മൂട്ടിയുടെ എങ്കിലുണ്ടാശാൻ എന്ന് പറഞ്ഞ പടം പിന്നെ തസ്കരവീരൻ, പല പടങ്ങളും
ഇദ്ദേഹം ഇവിടെ കേരളത്തിലെ എല്ലാ തിയേറ്ററിലും ഭംഗിയായി എത്തിച്ചിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഇദ്ദേഹത്തിന് ഈ പടം ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അത് ഭംഗിയായി ഇദ്ദേഹം നിർവഹിക്കുന്നത് നമുക്ക് വിശ്വസിക്കാം. അദ്ദേഹം അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യും. പിന്നെ ഈ രാഗത്തിലെ ഈ ഫംഗ്ഷൻ നടക്കാൻ പ്രധാന കാരണക്കാരൻ ഇദ്ദേഹമാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ക്ലാപ്പ് കൊടുക്കാം പ്ലീസ്. കഴിച്ചു വെക്കാം. ആൾക്ക് കണ്ടിങ്ങനെ അപ്പോൾ കഴിഞ്ഞ കൊല്ലം ബ്രഹ്മയുഗത്തിലായിരുന്നു, അടിപൊളിയായിരുന്നു. ഇന്ന് വീണ്ടും ബസൂക്ക ഞാൻ ബ്രഹ്മയുഗത്തിന് മുന്നേ ചെയ്തൊരു സിനിമയായിരുന്നു. ചില സാങ്കേതിക കാരണങ്ങൾ, ചില തടസ്സങ്ങൾ വന്നു, ഇങ്ങനെ നീണ്ടുപോയി. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തും അനിയനെ പോലെ ആയ ഒരു ഡയറക്ടറാണ് ഡിനോ ഡെന്നിസ്, കല്ലൂർ ഡെന്നിസ് എന്ന മകനാണ്. അപ്പൊ അവൻ്റെയൊക്കെ ആദ്യത്തെ പടമായിട്ട് ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. 5-6 കൊല്ലമായിട്ട് അവൻ എഴുതി ഹാർഡ് വർക്ക് ചെയ്ത് ഇതുവരെ എത്തിച്ചത് ഇങ്ങനെ ഒന്ന് ബ്ലോക്കായി വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി അത് പിടിച്ചു നിന്നു, അത് ഇതുവരെ എത്തിച്ചു. എപ്പോഴും 10th നിങ്ങളുടെ മുമ്പിൽ അത് എത്തിക്കും. അതൊരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് അത് വർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു ഗെയിമിങ്ങിന്റെ ബാക്ക്ഡ്രോപ്പിലുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ത്രില്ലർ, ഒരു മിസ്റ്ററി പോലെ ഒരു കില്ലറിനെ ഫൈൻഡ് ചെയ്യുന്ന ഒരു ഫിലിമാണ്. വെരി ഇൻട്രസ്റ്റിംഗ്ലി ഹാസ് ഡൺ ഇറ്റ്. അല്ല അത് ഇത് പറഞ്ഞു ആസ് യൂഷ്വൽ വീഡിയോ കോളിലെത്തിയ അതന്നെ മമ്മൂക്കയുടെ കാര്യം പറയാനും. മമ്മൂക്ക ഭയങ്കര വ്യത്യാസമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു വേഷമാണ്. ഷൈന് വീഡിയോ കോളിലെത്തി. അപ്പൊ ഈ മൈക്കിലേക്ക് മുന്നിലേക്ക് വെച്ചാൽ മതിയാവോ? അത് അങ്ങനെയായിരിക്കും മൈക്കിലെ എവിടെത്തിയോ അപ്പൊ April 10 തിയേറ്ററിലുണ്ട്. ഇതുപോലെ പ്രമേയം വിജയിച്ച പോലെ തന്നെ ഞങ്ങൾ വിജയിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവർക്ക് മേലാക്കി അടിപൊളിയാണ്. ഞാൻ കംപ്ലൈന്റ് ചെയ്യില്ല. താങ്ക് യു ഓൾ. താങ്ക് യു. നമുക്കതിനെ പറ്റി രണ്ടോ പറഞ്ഞു കൊടുക്കാം. വേറെ ലെവലല്ലേ? നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണ്. മമ്മൂക്കുണ്ട്, അതെന്തായാലും തീർച്ചയായിട്ടും മമ്മൂക്ക് ഉണ്ടാവും. നാളത്തെ ദിവസം ഈ പറഞ്ഞ പോലെ ലാലേട്ട ഫാൻസിനൊപ്പം നമ്മൾ മമ്മൂക്ക ഫാൻസ് ആഘോഷിക്കും. എന്തായാലും മമ്മൂക്ക് ഉണ്ടെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ. എന്തായാലും നമ്മുടെ മമ്മൂക്ക ഫാൻസിൻ്റെ വക ലാലേട്ട ഫാൻസിന് എമ്പുരാൻ്റെ ഒരു വിശ്വാസം നമ്മൾ അറിയിക്കും. തൃശ്ശൂർ ജില്ലയാണ്. ഓക്കെ. ഈ പൂരമൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോകുമല്ലോ എന്ന് പറഞ്ഞ പോലെ ആഘോഷത്തിമുറപ്പിലായതുകൊണ്ടാണ്. ആഘോഷത്തിമുറപ്പില്ല 5-6 തൊട്ട് പരിപാടിയാണ്. ഒരു ഇഫ്താർ വിരുന്നുണ്ടായി, നോമ്പാറ, എല്ലാവർക്കും വന്നവർക്കൊക്കെ നമ്മുടെ തൃശ്ശൂർ ജില്ല വക നോമ്പാറ ഉണ്ടായി. ഇവർക്ക് തന്നെ 5-6 തുടങ്ങിയ ആഘോഷങ്ങളാണ് ഇതുവരെ. എനിക്ക് തോന്നുന്നില്ല വേറൊരു ഫാൻസിൻ്റെ ആൾക്കാർക്ക് ഇത്രയൊരു പരിപാടി ഇതുവരെ ഇതുപോലെ നടന്നിട്ടില്ല. അത് നമ്മൾ ഒരുപാട് അഭിമാനിക്കുന്നു നമുക്ക് ഫാൻസ് ആയതുകൊണ്ട്. അപ്പം എന്തായാലും അതിന് നമുക്ക്
അറിയാലോ മമ്മൂക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രഹ്മയുഗമാണ് നമുക്ക് ഇതിന് അടുത്ത നാഷണൽ അവാർഡ് വരാൻ അതിൽ കിട്ടുന്നു വിചാരിക്കുന്നു. ആള് എല്ലാ പ്രാവശ്യം ഓരോ വർഷം നമുക്ക് തരാറുണ്ട്. കഴിഞ്ഞ വർഷം ബ്രഹ്മയുഗമായിരുന്നു. ഈ വർഷം നമുക്ക് കളങ്കാവൽ എന്ന് പറഞ്ഞൊരു പടം വരുന്നുണ്ട്. അതും ആളുടെ ഒരു അവാർഡിലേക്കുള്ള ഒരു അടിപൊളി പടമായിരിക്കും. അപ്പം എന്തായാലും മമ്മൂക്ക ഒരു ഫാൻസ് നമ്മൾ അഭിമാനിക്കുന്നു. ലവ് യു മമ്മൂക്ക, ലവ് യു ഫാൻസ്. താങ്ക് യു. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ട്രെയിലർ ലോഞ്ച് ഇപ്പോൾ ഈ അടുത്ത കഥ നടന്നിട്ടില്ല. നമുക്കിപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഇങ്ങനെ ഒരു ട്രെയിലർ ലോഞ്ച് നടത്താൻ പറ്റില്ല. ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് നമ്മൾ മമ്മൂക്ക ഫാൻസ് എന്ന് പറയാനായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേറെ സന്തോഷം. ഇപ്പോൾ അത് ഏപ്രിൽ 10 ഈ സിനിമ നമ്മുടെ മുമ്പിലേക്ക് വരാണ്. ഇപ്പോൾ രാഗം തിയേറ്റർ നമുക്ക് ഇത്രയും നല്ല രീതിയിൽ തന്നെ ആണ് നമ്മളെ ഫാൻസിനെ സപ്പോർട്ട് ചെയ്ത്. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ബാക്കി നമുക്ക് ഏപ്രിൽ 10 തിയേറ്ററിൽ കാണാം. ട്രെയിലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കടെ അതിഗംഭീരമായ സ്റ്റൈലിഷ് ലുക്ക്, അടിപൊളി റോളാണ്. അടിപൊളി എന്ന് വെച്ചാൽ സൂപ്പർ സാധനമാണ്. ഇനി ഞങ്ങൾ 10-ാം തീയതി ഇതിലും കൂടുതൽ ഞങ്ങൾ ആഘോഷിക്കും. പ്രേക്ഷകരോട് കണ്ടിട്ട് ഞാൻ വളരെ എക്സൈറ്റഡ് ആയി കണ്ട സമയത്ത്. ഞാൻ കംപ്ലീറ്റ്ലി ഒരു മമ്മൂട്ടി സർ ഫാനാണ്. അതുപോലെ തന്നെ ലുക്കിംഗ് ഫോർവേഡ് ടു വളരെ എക്സൈറ്റഡ് ആണ്. 10th റിലീസ് ആവുന്നതാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ കാണണം. എനിക്ക് എല്ലാവർക്കും ട്രെയിലർ ഇഷ്ടമായില്ലേ? അത് ഇഷ്ടമായി. സെയിം ഫീലിങ്സ്. നാളെ എമ്പുരാൻ കാണൂലേ? കാണുന്നുണ്ട്. ഏത് ഫസ്റ്റ് ഷോ ആണോ? ഞാൻ ആക്ച്വലി കണ്ണൂരിൽ നിന്നാണ് ഇപ്രാവശ്യം പടം കാണുന്നത്. എനിക്ക് ഇവിടെ ടിക്കറ്റ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ കണ്ണൂരിൽ നിന്നാണ് എമ്പുരാൻ കാണുന്നത്.